നമസ്കാരം. കേരള ന്യൂസ് 6 ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആ ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടോ പതിപോലെ തന്നെ നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. വാർത്തയിലേക്ക്. KT ജലീൽ ഇന്ന് ലീഗിലെ എല്ലാ കള്ളന്മാരെയും എല്ലാ സാമ്പത്തിക തട്ടിപ്പുകാരെയൊക്കെ പൊളിച്ചടക്കി രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്നത്തെ മാധ്യമങ്ങളിൽ പത്രങ്ങളിൽ ഒക്കെ ലീഗിന്റെ വമ്പൻ തട്ടിപ്പുകളാണല്ലോ കാണാൻ സാധിക്കുന്നത്. ആ തട്ടിപ്പുകളുടെ എല്ലാ വാർത്തകളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു പ്രതികരണം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. ഞാനൊന്ന് വായിക്കാം. ഇങ്ങനെയാണ് പറയുന്നത്: സാമ്പത്തിക തട്ടിപ്പ് യോഗ്യതയാക്കിയ ലീഗ്, സ്വർണ്ണ കള്ളക്കടത്ത്, ഷെയർ പിരിച്ചുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ, വട്ടിപ്പലിശയ്ക്ക് പണം കൊടുക്കൽ തുടങ്ങിയ സാമ്പത്തിക കുറ്റങ്ങൾക്ക് യാതൊരു വിലക്കും ഏർപ്പെടുത്താത്ത പാർട്ടിയായി ലീഗ് മാറിയത് എങ്ങനെയെന്ന് നേതൃത്വം സഗൗരവം ചിന്തിക്കണം. ഷൊർണൂർ ഉസ്മാൻ അടക്കമുള്ള തട്ടിപ്പ് വീരന്മാർ എങ്ങനെ പാണക്കാട്ടെ സ്വന്തക്കാരായെന്ന് പരിശോധിക്കണം. ലീഗിന്റെ പരമോന്നതരുമായി അടുപ്പം നടിച്ച് ആ ബന്ധം ഉപയോഗിച്ച് കോടികളാണ് ഷെയർ എന്ന പേരിൽ ഉസ്മാൻ ഉൾപ്പെടെയുള്ള ബിരുദന്മാർ ലീഗിലെ സമ്പന്നരിൽ നിന്നും സാധാരണക്കാരിൽ നിന്നും കൈക്കലാക്കിയതെന്ന് നേതാക്കൾ അറിഞ്ഞിട്ടുണ്ടോ? കോടികൾ ഓഹരി വാങ്ങിയ ശേഷം 4-5 മാസം ലാഭം എന്നും പറഞ്ഞ് എന്തെങ്കിലും കൊടുക്കും, പിന്നെ അത് നിലയ്ക്കും. അന്വേഷിച്ചാൽ ബിസിനസ് നഷ്ടത്തിലാണെന്ന് പറയും. കച്ചവടത്തിൽ ലാഭം വന്നപ്പോൾ അതിന്റെ വിഹിതം നിങ്ങൾക്ക് തന്നു, നഷ്ടത്തിലാകുമ്പോൾ അതും നിങ്ങൾ സഹിക്കേണ്ടേ? പലിശ തരാമെന്ന് പറഞ്ഞല്ലല്ലോ നിങ്ങളിൽ നിന്ന് നിക്ഷേപം സമാഹരിച്ചത്. ഇതാകും എല്ലാ തട്ടിപ്പുകാരുടെയും സ്ഥിരം മറുപടി. ഇത്തരം പറ്റിപ്പുകളുമായി ബന്ധപ്പെട്ട് ലീഗ് നേതൃത്വത്തിന് പരാതി നൽകിയാൽ പുല്ലുവില പോലും കൽപ്പിക്കില്ല. ലീഗിന്റെ MLA മാർ ഉൾപ്പെടെയുള്ളവർക്ക് ഈ ഷാഡോ വീരന്മാരെ ഭയമാണ്. എന്തെങ്കിലും പറഞ്ഞാൽ പരമോന്നതന്റെ ചെവിയിൽ എന്തെങ്കിലും കുസുകുസു പറഞ്ഞ് അടുത്ത തവണ സീറ്റ് നഷ്ടപ്പെടുമോ എന്ന ആശങ്കയാണ് അവർക്ക്. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ഘടനയിലെ ഈ ഫ്യൂഡൽ സംവിധാനം തകർക്കപ്പെടണം, തകർക്കപ്പെട്ടേ പറ്റൂ. എത്രമാത്രം നാട്ടുകാരെ പറ്റിച്ച് പണമുണ്ടാക്കുന്നുവോ അത്രമാത്രം ലീഗിൽ സ്വീകാര്യത കിട്ടുന്ന സ്ഥിതി മാറിയേ പറ്റൂ. തട്ടിപ്പ് പണത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കോ ചന്ദ്രികയുടെ നഷ്ടം നികത്താനോ എന്തെങ്കിലും കൊടുക്കുക കൂടി ചെയ്താൽ എല്ലാം സലാമത്തായി, അതായത് സുഖമായി. വഖഫ് സ്വത്ത് സ്വന്തമാക്കിയവരും സ്വർണ്ണക്കള്ളക്കടത്തുകാരും ഹവാലക്കാരും ഉൾപ്പെടെ എല്ലാ നിയമവിരുദ്ധ സാമ്പത്തിക കുറ്റവാളികളും ലീഗിന്റെ സ്വന്തക്കാരാകുന്നതിന്റെ രഹസ്യം ഇതാണ്. സൂക്ഷ്മതയും ഭക്തിയും നല്ല നടപ്പും ലളിത ജീവിതവും സാമ്പത്തിക അച്ചടക്കവും അയോഗ്യതകളായാണ് ലീഗ് നേതൃത്വം കാണുന്നത്. ഒന്നും അറിയാത്ത പോയാത്തക്കാർ എന്നാകും ലീഗിൽ അവർ അറിയപ്പെടുക. എത്ര വിലപിടിപ്പുള്ള കാറിൽ സഞ്ചരിക്കുന്നു, എത്രമാത്രം വില കൂടിയ ബ്രാൻഡ് മൊബൈലുകളും വാച്ചും കണ്ണടയും പേനയും വസ്ത്രങ്ങളും ഉപയോഗിക്കുന്നു, എത്ര വലിയ ആഡംബര വീടുകളിൽ പാർക്കുന്നു എന്നതിനെയെല്ലാം ആശ്രയിച്ചാകും ഒരാളുടെ സ്വീകാര്യതയും പരിഗണനയും മുസ്ലിം ലീഗിൽ നിശ്ചയിക്കപ്പെടുക. പണമില്ലാത്തവന് പട്ടിയുടെ വില പോലും ലീഗ് കൽപ്പിക്കില്ല. ഇത് മനസ്സിലാക്കിയാണ് ഏതാണ്ട് എല്ലാവരും സമ്പത്ത് വാരിക്കൂട്ടാൻ നെട്ടോട്ടം ഓടുന്നത്. ലീഗിന്റെ പഞ്ചായത്ത് തലം തൊട്ട് ഈ പ്രവണത പ്രകടമാണ്. രണ്ട് വാൽകഷ്ണമായിട്ട് KT ജലീൽ ഇങ്ങനെ കൂടി എഴുതുന്നു: യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസിന്റെ പത്രസമ്മേളനം ഒന്നും കണ്ടില്ല. പത്രസമ്മേളനം മാനിയെ പിടികൂടിയ 45 കഴിഞ്ഞ യുവാവാണല്ലോ അദ്ദേഹം. ഫിറോസിന് വീട് പണിയാനും സ്ഥലം വാങ്ങാനും എവിടെ നിന്നാണ് കോടികൾ കിട്ടിയത്? സ്വദേശത്തും വിദേശത്തുമുള്ള ഏതെല്ലാം ബിസിനസ്സുകളിൽ തനിക്ക് പങ്കാളിത്തമുണ്ട്? അവയ്ക്കുള്ള നിക്ഷേപ തുക എങ്ങനെയാണ് കണ്ടെത്തിയത്? ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഫിറോസ് പത്രക്കാരുടെ മുന്നിൽ വന്ന് പറഞ്ഞില്ലെങ്കിൽ ആ ഉത്തരവാദിത്വം എനിക്ക് തന്നെ ഏറ്റെടുക്കേണ്ടി വരും. ഇനി അതല്ല, ഇതെല്ലാം ഹരീഷ് വാസുദേവന്റെ അച്ഛനാകുമോ പണം കടമായി ബാങ്ക് മുഖേന നൽകിയിട്ടുണ്ടാവുക? നിരപരാധിയായ ഒരു മായിൻ ബീഡി പോലും വലിക്കാത്ത സഹോദരൻ ജുബൈറിനെ ജാമ്യത്തിലിറക്കാൻ ആരാണാവോ വക്കീലിനെ ഏർപ്പാട് ചെയ്തത്? അതിനുള്ള പണവും ഹരീഷിന്റെ അച്ഛൻ തന്നു. ഇവയൊക്കെല്ലാം ഫിറോസ് എന്ന തട്ടിപ്പ് തുർക്കി മറുപടി പറഞ്ഞേ പറ്റൂ എന്നാണ് പറയുന്നത്. അതായത് ഇതിൽ നിന്നൊരു സൂചന നമുക്ക് നൽകുന്നുണ്ട്. PK ഫിറോസ് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ PK ഫിറോസിനോട് ഉന്നയിച്ച PK ഫിറോസ് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ആരോപിച്ച ആരോപണങ്ങൾക്കൊക്കെ തെളിവ് സഹിതം മറുപടി ഞാൻ നൽകും എന്നാണ് KT ജലീൽ പറയുന്നത്. അപ്പോ ഫിറോസ് ഇങ്ങനെ മാളത്തിനകത്ത് ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല. ഫിറോസ് എത്രയൊക്കെ ഒളിച്ചിരുന്നാലും സത്യം അത് ഞാൻ പുറത്തു കൊണ്ടുവരുമെന്ന് KT ജലീൽ പറയുകയാണ്. ഇപ്പൊ ജുബൈർ അദ്ദേഹത്തിന്റെ സഹോദരനാണല്ലോ, മയക്കുമരുന്ന് കേസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അകത്താണ്. അപ്പോ എങ്ങനെ ഇങ്ങനെ ഒരാൾ ആ കുടുംബത്തിലുണ്ടായി? എന്തുകൊണ്ട് അങ്ങനെ ഒരു മയക്കുമരുന്ന് മാഫിയുമായിട്ട് ബന്ധമുള്ള ഒരാള് അവിടെ ഉണ്ടെന്ന് നേരത്തെ പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തില്ല? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും PK ഫിറോസിന് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരും. നേരത്തെ 24 മണിക്കൂറും മാധ്യമങ്ങളിൽ മുഴുവൻ വന്നിരുന്ന് മറ്റുള്ളവരെയൊക്കെ അപകീർത്തിപ്പെടുത്തി പല രീതിയിലുള്ള നുണക്കഥകൾ പറഞ്ഞു നടന്ന വ്യക്തിയാണല്ലോ. എന്തായാലും ഇതാ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണിരിക്കുന്നു, അല്ലെങ്കിലും പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നാണല്ലോ. ഇനി നമുക്ക് ഇന്നത്തെ പത്രത്തിലേക്ക് വന്നിട്ടുള്ള ലീഗിന്റെ പല തട്ടിപ്പുപരന്മാരെ കൂടി ഒന്ന് പരിചയപ്പെടാം. എന്തായാലും അത് KT ജലീൽ തന്നെ ഈ വാർത്തയ്ക്കൊപ്പം തന്നെ പിൻ ചെയ്തിട്ടുണ്ട്. വലതുപക്ഷ മാധ്യമങ്ങൾ മാത്രമല്ല, അല്ലാതെ ചില കോർപ്പറേറ്റ് മാധ്യമങ്ങളും ഒക്കെ നമ്മുടെ പ്രതിപക്ഷത്തിന്റെ
അടിമകളായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊന്നും അവരെ കണ്ണി കാണില്ല. എന്തായാലും ദേശാഭിമാനി വളരെ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ വാർത്തകളുടെ കട്ടിംഗ് ഒക്കെയാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലീഗിനുണ്ട് ഗോൾഡൻ ലീഡേഴ്സ്. ഒരു വാർത്തയുടെ തലക്കെട്ടാണ്: സ്വർണ്ണക്കടത്തിന് പിടികൂടിയ നേതാവിനെ യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറിയായി സ്ഥാനക്കയറ്റം നൽകിയാണ് ലീഗ് ആദരിച്ചത്. എങ്ങനെയുണ്ട്? സാധാരണ ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇവിടെ അങ്ങനെ ആയ ഒരാളെ അങ്ങനെ സാമ്പത്തിക തട്ടിപ്പ് ഉയർന്ന് കയറ്റം കൊടുത്ത് അങ്ങ് വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നു. അതിന്റെ ഒരു കുറച്ച് ലൈൻ കൂടി വായിച്ചിട്ട് നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോവാം. കൊടി പിടിക്കാൻ മാത്രമല്ല, സ്വർണം കടത്താനും മുസ്ലിം ലീഗിനും യൂത്ത് ലീഗിനും നേതാക്കളുണ്ട്. പിടിക്കപ്പെട്ടാലും അറസ്റ്റിലായാലും കുഴപ്പമില്ല. പാർട്ടി പദവികളിൽ സ്ഥാനക്കയറ്റമാണ് ലഭിക്കുക. ദുബായിൽ നിന്നും സ്വർണം കടത്തിയ കേസിൽ ലീഗ് തിരൂർ മണ്ഡലം ട്രഷററും ജില്ലാ പഞ്ചായത്ത് തിരുനാവായ ഡിവിഷൻ അംഗവും തിരുനാവായ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ ഫൈസൽ ഇടശ്ശേരിയെ 2023 ഓഗസ്റ്റ് 23-ന് 48 ലക്ഷം രൂപയുടെ സ്വർണവുമായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തു. 932.6 ഗ്രാം സ്വർണ്ണ ബിസ്ക്കറ്റുകളാണ് പിടികൂടിയത്. എന്നാൽ സ്വർണ്ണ കള്ളക്കടത്തിന് പിടികൂടിയ നേതാവിനെ ജില്ലാ സെക്രട്ടറിയായി സ്ഥാനക്കയറ്റം നൽകിയാണ് ലീഗ് ആദരിച്ചത്. ലീഗ് ഒരു വല്ലാത്ത പാർട്ടി തന്നെയല്ലേ? അതായത് ഇങ്ങനെ ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തെ കൂടെ കൊണ്ടായി നടക്കുന്ന ഒരു വല്ലാത്ത സംഭവം തന്നെയെന്ന് പറയാതെ പോയി. ഇനി അടുത്ത വാർത്ത കൂടി ഞാനൊന്ന് വായിക്കാം. അടുത്ത വാർത്ത ഇങ്ങനെയാണ്: കവളപ്പാറ ദുരന്ത ബാധിതർക്കുള്ള ഭൂമി ലീഗ് മെമ്പർ തട്ടിയെടുത്തു. അവന്റെയൊക്കെ മനസ്സെന്തായിരിക്കും അല്ലെ? അവനൊക്കെ മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റില്ല. എന്തായാലും വാർത്ത വായിക്കാം. മുസ്ലിം ലീഗിൽ നിന്നുൾപ്പെടെ നവമാധ്യമത്തിൽ പ്രതിഷേധം ശക്തമായതോടെ തട്ടിപ്പ് സമ്മതിച്ചു. തട്ടിയെടുത്ത ഭൂമിയിൽ വാഴകൃഷി. ആ വാർത്തയിലും കുറച്ച് ഭാഗം വായിക്കാം. കവളപ്പാറ ദുരന്ത ബാധിതർക്ക് മുസ്ലിം ലീഗ് വാങ്ങിയ ഭൂമി ലീഗ് വാർഡ് മെമ്പർ തട്ടിയെടുത്തു. പോത്തുകല്ല് പഞ്ചായത്ത് വെളുമ്പിയം പാടം വാർഡ് അംഗം സലൂബ് ജലീലാണ് ഭൂമി തട്ടിയെടുത്തത്. ലീഗുകാരടക്കം നവമാധ്യമങ്ങളിൽ പ്രതിഷേധവുമായി എത്തിയതോടെയാണ് ഭൂമി ഭാര്യയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത വിവരം പുറത്തറിഞ്ഞത്. പോത്തുകല്ല് വെളുമ്പിയം പാടത്താണ് ലീഗ് ഭൂമി വാങ്ങിയത്. പുനരധിവാസത്തിന് വാങ്ങിയ റോഡിനോട് ചേർന്നുള്ള 25 സെന്റാണ് സലൂബ് ഭാര്യയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തത്. തട്ടിയെടുത്ത സ്ഥലത്ത് ഇയാൾ വാഴകൃഷി ചെയ്യുകയായിരുന്നു. സലൂബ് ദുരന്തബാധിതനല്ല, മറ്റൊരിടത്ത് വീടും സ്ഥലവുമുണ്ട്. വെളുമ്പിയം പാടത്ത് 50 സെന്റാണ് വാങ്ങിയതെന്നും 75 സെന്റ് ഉണ്ടായിരുന്ന ഭൂമി കച്ചവടം നടക്കാനായി 25 സെന്റ് ഭാര്യയുടെ പേരിൽ വാങ്ങുകയായിരുന്നു എന്നൊക്കെയാണ് സലൂബിന്റെ വാദം. എന്നാൽ വെളുമ്പിയം പാടത്ത് 75 സെന്റ് ദുരന്ത ബാധിതർക്കായി വാങ്ങിയെന്ന് ലീഗ് നേരത്തെ പറഞ്ഞിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. 12 പേർക്ക് നൽകാനാണ് ഈ ഭൂമി വാങ്ങിയത്. മുസ്ലിം ലീഗ് അനുഭാവികളായ 7 പേർക്ക് 5 സെന്റ് വീതം നൽകി. ഇവരും കവളപ്പാറ ദുരന്ത ബാധിതരല്ല എന്നുകൂടി നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നു. എന്തായാലും ഈ ദുരന്ത ബാധിതരുടെ പേരിലൊക്കെ ഈ പൈസ പിരിച്ചത് ഇപ്പൊ എന്തിനാണെന്ന് എല്ലാവർക്കും ഏറെക്കുറെയൊക്കെ മനസ്സിലാകുന്നുണ്ട്. സത്യത്തിൽ ലീഗും കോൺഗ്രസും ഒക്കെ അതൊരു സുവർണാവസരമായിട്ട് എടുക്കുകയായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അടുത്തത്: ലീഗ് നേതാവിന്റെ വായ്പാ തട്ടിപ്പ്. റബ്ബർ കമ്പനിയുടെ മറവിലും കോടികൾ തട്ടി. അതിന്റെയും കുറച്ച് ഭാഗങ്ങൾ വായിക്കാം. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം പ്രസിഡന്റായി രജിസ്റ്റർ ചെയ്ത റബ്ബർ കമ്പനിയുടെ മറവിൽ നടത്തിയത് കോടികളുടെ തട്ടിപ്പ്. റബ്ബർ തടി സംസ്കരണ ഫാക്ടറി തുടങ്ങാനെന്ന പേരിൽ ലക്ഷങ്ങളാണ് ലീഗ് അണികളിൽ നിന്നും നിക്ഷേപമായി വാങ്ങിയത്. 2004 പ്രഖ്യാപിച്ച ഫാക്ടറി 20 വർഷം കഴിഞ്ഞിട്ടും തുടങ്ങുകയോ പിരിച്ച തുക ഓഹരി ഉടമകൾക്ക് തിരിച്ചു നൽകുകയോ ചെയ്തിട്ടില്ല എന്ന ഒരു വാർത്ത. ഇനി അടുത്ത വാർത്ത: ലീഗ് നേതാവിന്റെ ഭൂമി വിൽപ്പന വ്യവസായ വകുപ്പ് തടഞ്ഞു. അപ്പോ അതിന്റെയും കുറച്ച് ഭാഗം വായിക്കാം കേട്ടോ. ഇങ്ങനെയാണ് പറയുന്നത്: സംരംഭം തുടങ്ങാൻ പലരിൽ നിന്നായി ലക്ഷങ്ങൾ സമാഹരിച്ചു വാങ്ങിയ ഭൂമി മറിച്ചു വിൽക്കാനുള്ള ലീഗ് ജില്ലാ നേതാവിന്റെ ശ്രമം വ്യവസായ വകുപ്പ് തടഞ്ഞു. UDF ഭരണത്തിൽ 2002 ആരംഭിച്ച കമ്പനിയുടെ പേരിൽ വാങ്ങിയ 3 ഏക്കർ സ്ഥലത്തിന്റെ വിൽപ്പനയാണ് തടഞ്ഞത്. നിലമ്പൂർ സ്വദേശി ജോസഫ് മാത്യുവിന്റെ പരാതിയിലാണിത്. കമ്പനിയുടെ പേരിലുള്ള ലക്ഷങ്ങളുടെ വെട്ടിപ്പ് സഹകരണ വകുപ്പും വ്യവസായ വകുപ്പും അന്വേഷിക്കുകയാണ്. ഇതിനിടയിലാണ് ഭൂമി വിൽക്കാൻ നീക്കം നടത്തിയത്. മൂത്തേടം പഞ്ചായത്തിലെ നാരങ്ങാമൂലയിൽ 2004 ലീഗ് നേതാവ് പ്രസിഡന്റായി മലപ്പുറം ജില്ലാ റബ്ബർ ബേസ്ഡ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആരംഭിച്ചു. അങ്ങനെ ഒരു വാർത്ത. മറ്റ് ഒരു വാർത്ത: കവളപ്പാറ ദുരന്തത്തിന്റെ മറവിലും ലീഗ് നടത്തിയത് വൻ തട്ടിപ്പ്. വേറൊരു വാർത്ത: പരിരക്ഷാ പദ്ധതിയുടെ മറവിലും ലീഗ് കോടികൾ തട്ടി. മറ്റൊരു വാർത്ത: മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ അഴിമതി. വൈസ് പ്രസിഡന്റിന്റെ സ്ഥലത്തേക്ക് 25 ലക്ഷത്തിന്റെ റോഡും നിർമ്മിച്ചു. അങ്ങനെ ഒരുപാട് വാർത്തകൾ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒന്നും പേരിൽ നമ്മുടെ മാധ്യമങ്ങളുടെ അന്തിച്ചർച്ച നടത്തില്ല കേട്ടോ. എന്തായാലും ഇത്തരത്തിലുള്ള ലീഗന്മാരുടെ വാർത്തകളൊന്നും നമ്മുടെ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടെ കൊടുക്കില്ല കേട്ടോ. നമ്മുടെ മാധ്യമങ്ങൾ അതിന്റെ പേരിൽ അന്തിച്ചർച്ചയും നടത്തില്ല. അവർക്ക് വേണ്ടി നമ്മുടെ പത്രങ്ങളുടെ ആദ്യ പേജും ഒഴിച്ചിട്ടില്ല കേട്ടോ. വല്ലാത്തൊരു വിധേയത്വം തന്നെ അല്ലേ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.